നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് യൂണിവേഴ്സൽ എനർജിയാണ്. എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് ഡിവൈൻ കൊണ്ട് നൽകാൻ പോകുന്ന കാര്യങ്ങളെന്ന് നോക്കാം. ഇത് നിങ്ങൾക്കുള്ള റീഡിങ്സാണ്. നിങ്ങളുടെ ഇന്നത്തെ കറൻറ്റ് സമയം, മുന്നോട്ടേക്കുള്ള നിങ്ങളുടെ എനർജികൾ എങ്ങനെയാണ്, നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, കരിയറും ഫിനാൻസും റിലേഷൻഷിപ്പും എല്ലാം നമ്മൾ കണക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മുന്നോട്ടേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെയൊക്കെ ബേസ് ചെയ്ത് തന്നെയാണ് നമ്മൾ റീഡിങ്സ് എടുക്കുന്നത്. റെസനേറ്റ് ആവാനായിട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യണം, നിങ്ങൾക്ക് നല്ലൊരു റീഡിങ്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അഫർമേഷൻസ് എഴുതുക. നിങ്ങളുടെ ലൈഫിൽ അത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആയിക്കോട്ടെ, കരിയർ പരമാകുന്ന കാര്യമായിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നിങ്ങളുടെ ബന്ധത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, നിങ്ങളുടെ കുടുംബത്തിലുള്ളവരിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ എനർജികളിൽ, അത് നിങ്ങൾ അഫർമേഷൻസ് ആയിട്ട് എഴുതി അവരുടെ ലൈഫിലൂടെ പോസിറ്റിവിറ്റി നിറയ്ക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സ് വേണ്ടവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കും. നിങ്ങളുടെ കറൻറ്റ് സമയവും വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും പാസ്റ്റിൽ വന്ന മിസ്റ്റേക്കും അതിനെ സംബന്ധിച്ച് നിങ്ങളിപ്പോൾ നേരിടേണ്ടി വരുന്ന കർമ്മയെയും പാസ്റ്റ് ലൈഫ് കർമ്മയെയും എല്ലാം നിങ്ങൾക്ക് കണക്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ടാറോ റീഡിങ്സ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ദ ഹൈറോഫൻറ്റിൻ്റെ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് എനർജിയുടെ പ്രസൻസ് ആണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ കാണുന്ന. ഒരു മധ്യസ്ഥത ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു ഗുരുവിൻ്റെ പ്രസൻസ് ഇന്ന് നിങ്ങൾക്ക് നേരിടാൻ സാധ്യതയുണ്ട്. അടഞ്ഞു കിടന്ന പല കാര്യങ്ങൾക്കും തീരുമാനം കറക്റ്റായിട്ടുള്ള ഒരു തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ട്. ഒരു പുരോഹിതനിൽ നിന്നും, അല്ലെങ്കിൽ ഒരു പൗരോഹിത്യമുള്ള ഒരു വ്യക്തിയിൽ നിന്നും, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ എനർജിയിലൂടെ പോകുന്ന പേഴ്സണിൽ നിന്നും നിങ്ങൾക്ക് വളരെ ശക്തമാകുന്ന ഒരു മാർഗനിർദ്ദേശങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട്. ജീവിതത്തെ പേടിക്കാതെ എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാം, വരും വരായികളെക്കുറിച്ച് എങ്ങനെ തിരിച്ചറിയാം, നിങ്ങളുടെ ജീവിതം ലൈഫ് പർപ്പസ് എന്താണ്, നിങ്ങളുടെ സോൾ പർപ്പസ് എന്താണ്, ഇതെല്ലാം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ആഴത്തിൽ അറിയാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു വ്യക്തിയുടെ പ്രസൻസ്, സാന്നിധ്യം ഇന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ ലീഗൽ പരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളിൽ ഒരു ആശയക്കുഴപ്പമോ പ്രോബ്ലംസോ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഇംബാലൻസിങ് എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, ഇന്ന് നിങ്ങൾക്ക് കാര്യങ്ങളെ ബാലൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ ലൈഫിലെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് നല്ലൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ഇന്ന് സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് തന്നെ നിങ്ങൾക്കും നിങ്ങളോടൊപ്പമുള്ളവർക്കും ഒരു ഇൻറ്റ്യൂഷൻ എനർജി, ഒരു ഗൈഡൻസ് നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും ഇന്ന് നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ താക്കോല് ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ അടഞ്ഞു കിടക്കുന്ന പല വാതിലുകളും നിങ്ങൾക്ക് തുറക്കാൻ പാകത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഇന്ന് ഓപ്പൺ ആയിട്ട് കിട്ടുന്നു. ചിലപ്പോൾ ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാവാം. അതൊരു ഫ്യൂച്ചർ സക്സസ് ആണ് കേട്ടോ. ഒരു സ്റ്റാർ എനർജിയിലേക്ക്, അതായത് നിങ്ങളുടെ ശരിക്കുമുള്ള ഒരു ജീവിത യാത്രയെക്കുറിച്ചുള്ള നല്ല ഒരു പോസിറ്റീവ് ആകുന്ന ഒരു കാര്യമാണ് ഇന്ന് നിങ്ങളുടെ ലൈഫിൽ ഫസ്റ്റ് തന്നെ സംഭവിക്കാൻ പോകുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നോർത്ത് സ്തംഭിച്ച് നിന്നിടത്ത് നിന്നുള്ളൊരു ഉത്തരമായിരിക്കാം. എന്തായാലും എത്ര വലിയ പ്രതിസന്ധികളാണോ ഇന്നലെ വരെ നിങ്ങൾ നേരിട്ടിരുന്നത്, അതിന് വളരെ ശക്തവും അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് വേണ്ട ഒരു വ്യക്തിയിൽ നിന്നും, അതായത് വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു വ്യക്തിയിൽ നിന്നും ലഭിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഏസ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. തീർച്ചയായിട്ടും പുതിയ തുടക്കമാണ് കേട്ടോ. ജീവിതത്തിൽ പല കാര്യങ്ങൾക്ക് ഇന്നൊരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പക്ഷേ ഒരു ഭവനമൊക്കെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്നൊരു തുടക്കമാണ് ആ ഒരു കാര്യത്തിനെ കുറിച്ച്. അതുപോലെ ജീവിതത്തിൽ കരിയർ മേഖലകളിലേക്കൊക്കെ പോകാൻ ആഗ്രഹിച്ച് വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്നവർക്ക് ഇന്ന് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. സാമ്പത്തികപരമാകുന്ന ചില മേഖലകൾ നിങ്ങൾക്ക് ഓപ്പണായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ
തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്കൊരു മാറ്റം, ഒരു സ്റ്റെബിലിറ്റി ആഗ്രഹിച്ചവർക്ക് അതിനൊക്കെ വേണ്ട ഒരു പുതിയ തുടക്കത്തിൻ്റെ ദിവസമായിട്ടാണ് ഇന്ന് കാണുന്നത് കേട്ടോ. എന്താണെങ്കിലും എല്ലാ രീതിയിലും, അതായത് നിങ്ങൾ ആക്ഷൻ എടുക്കുന്ന കാര്യമാണെങ്കിലും, നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുന്ന കാര്യമാണെങ്കിലും, എന്തിനെങ്കിലും കാത്തിരിക്കുന്ന വ്യക്തികളാണെങ്കിലും നിങ്ങൾക്കതെല്ലാം ഫലപ്രദമാണ്. ഇന്നൊരു സക്സസ് ആണ് കാണുന്നത്. ഇന്ന് ആവശ്യമുള്ളത് മാത്രം നിങ്ങൾക്ക് ഉപയോഗ്യമാകുന്നു. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ ആവശ്യമുള്ളത് അത് മാത്രം നിങ്ങൾക്കിന്ന് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. നൈറ്റ് ഓഫ് ഫണ്ട്സിൻ്റെ എനർജി വരുന്നുണ്ട്. ചില സ്വപ്നങ്ങൾ, പാസ്റ്റിൽ നിങ്ങളുടെ മനസ്സിൽ കിടന്ന ചില സ്വപ്നങ്ങളൊക്കെ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്നു, തിരിച്ച് ലഭിക്കുന്നു എന്നാണ് കാണുന്നത്. നമ്മുടെ ഒരു സ്പിരിച്വൽ എനർജിയുടെ ഇത് കണ്ടില്ലേ, ദ ഹൈറോഫിൻ്റെ എനർജി വന്നില്ലേ. തേർഡ് ഐ ചക്ര വളരെ ശക്തമായിട്ട് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ തീരുമാനങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലൊരു പുതിയ തുടക്കമാണ്. അപ്പം നഷ്ടപ്പെട്ടു പോയതാവാം, അല്ലെങ്കിൽ പാസ്റ്റിൽ ചില കാര്യങ്ങളെ കണക്റ്റ് ചെയ്തിട്ടുള്ള കാര്യമായിരിക്കാം. നിങ്ങൾ ഇന്ന് ആക്ഷൻ എടുക്കുന്ന എന്ത് കാര്യമായിക്കോട്ടെ അതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽപ്പെട്ട കാര്യങ്ങളാണ്. കൂടാതെ തന്നെ നിങ്ങളുടെ ആഗ്രഹ സാഫല്യമാണ്. നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ്. പല കാര്യങ്ങളെയും നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്കിടെ മുന്നിൽ വരുന്ന, നിങ്ങൾക്കൊരു മാർഗ്ഗനിർദ്ദേശം നൽകുന്ന വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലുള്ളൊരു പേഴ്സൻ്റെ എനർജി തന്നെയാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. തകർന്നു പോയ പല കാര്യങ്ങളും മാറ്റിയെടുക്കാൻ പറ്റുന്ന, നിങ്ങളുടെ തകർച്ചകളിൽ നിന്നും നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് പോകാനുള്ള സമയമായി എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ട്രാവലിംഗ് പ്രസൻസ് കാണുന്നുണ്ട് കേട്ടോ. ഒരു ലോങ് ഡിസ്റ്റൻസിലേക്ക് നിങ്ങൾക്ക് ഉടനെ ഒരു ട്രാവലിംഗ് വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ ലൈഫിൽ ബ്ലോക്കായിട്ട് നിന്ന പല കാര്യങ്ങളും ഓപ്പൺ ആകുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. വിദേശത്തേക്ക് പോകാനും അവിടുന്ന് തിരിച്ചു വരാനും ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളല്ലേ, നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലുമൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം ക്ലാരിറ്റിയായി ലഭിക്കുന്നു. അതായത് അതിന് വേണ്ട കാര്യങ്ങൾ പോസിറ്റീവായൊരു റിസൾട്ട് കേൾക്കാൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ ദ ഡെവിൾ എനർജിയുടെ പ്രസൻസ് വന്നിട്ടുണ്ട്. ശത്രുദോഷമുണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസം നിങ്ങൾ ഏറ്റവും വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്കൊരു ഇമോഷണൽ ചീറ്റിങ് വരാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരുന്ന ഒരു പാർട്ട്ണറിൻ്റെ എനർജി ആവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വിലപിടിപ്പുള്ളൊരു സൗഹൃദമാവാം, ബ്ലഡ് റിലേഷൻ ആവാം, നിങ്ങളെ ഒന്ന് പെടുത്തിക്കളയുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ചെറിയൊരു ഡാർക്ക് സിറ്റുവേഷൻസ്, ഒരു നിമിഷം നിങ്ങൾക്കൊരു നിസ്സഹായത അല്ലെങ്കിൽ ഒരു നഷ്ടബോധം ഫീൽ ചെയ്യുന്ന തരത്തിൽ കുറച്ച് സമയം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോകുന്നുണ്ട്. ഒരു ഇമോഷണൽ ബ്ലോക്കേജ് അല്ലെങ്കിൽ ഒരു ചീറ്റിംഗ് ഇന്നത്തെ ദിവസം ഒന്ന് കണക്റ്റഡ് ആകപ്പെടുന്നുണ്ട് കേട്ടോ. അതൊരു ഒരു എന്താ പറയുക, ഒരു ഇമോഷണൽ പരമാകുന്ന കാര്യത്തെ ബേസ് ചെയ്തും സാമ്പത്തികത്തെ ബേസ് ചെയ്തുമാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. കുറച്ച് കാലങ്ങളായിട്ട് അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നത് നിങ്ങൾക്ക് വളരെ ശക്തമായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നു, അതല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു എന്നാണ് കാണുന്നത്. ഒരു പക്ഷേ ഒന്നിലധികം വ്യക്തികളുമായിട്ടുള്ളൊരു ശക്തമാകുന്ന കോൺഫ്ലിക്റ്റും ഇതിനകത്ത് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഒറ്റയ്ക്കൊന്ന് ഫൈറ്റിംഗ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ്, നിങ്ങളോട് ഫൈറ്റ് ചെയ്യാൻ ഒന്നിലധികം പേരും നിങ്ങൾ ഒറ്റയ്ക്ക് ഫൈറ്റിംഗ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസും, നിങ്ങളുടെ ചില ആക്ഷൻസ്, നിങ്ങളെടുത്ത ചില തീരുമാനങ്ങൾക്കെതിരെയാണ് ആ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും നിങ്ങളത് വളരെ സിമ്പിളായിട്ട് മാനേജ് ചെയ്യും. നിങ്ങളത് നിസ്സാരവൽക്കരിച്ച് തന്നെ കാണുമെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പാർട്ട്ണർ എനർജിയെ സംബന്ധിച്ച്, നിങ്ങളുടെ ഒരു വിവാഹ ജീവിതത്തെ സംബന്ധിച്ചോ നിങ്ങളുടെ പാർട്ട്ണർ എനർജിയെ സംബന്ധിച്ചോ ഒരു ഉറക്കം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ, ഒരു ആൻസൈറ്റി, ഡിപ്രഷനൊക്കെ അനുഭവിക്കുന്ന വ്യക്തികളുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴത്തെ കറൻറ്റ് സമയമാണ് കേട്ടോ. നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സമയമാണ്. വിവാഹ താമസം, നിങ്ങൾ വിവാഹത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഒരു വിവാഹത്തെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറെയോ ബേസ് ചെയ്ത് എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങൾ എക്സ്പീരിയൻസ്, ഇമോഷണലി ഒരു ഇംബാലൻസിങ് ഒന്ന് കറക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് അത് സാധിക്കാതെ
പോകുന്ന വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട്. പക്ഷെ അതൊരു കുറച്ച് നാൾ നിങ്ങളതൊന്ന് കർമ്മ ബേസാണ് കാണിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ കർമ്മ ഫലമായിട്ടാണ് നമുക്ക് ആ ഒരു മാനസിക വിഷമം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും റൈറ്റ് ഹീലിംഗ് ചെയ്ത് കത്തിച്ച് കളയുകയും അഫർമേഷൻസ് എഴുതി നിങ്ങളത് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എന്താണോ ലൈഫിൽ വേണ്ടത് അത് അഫർമേഷൻസ് ആയിട്ട് എഴുതുക. റൈറ്റ് ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ നിന്നും വിട്ടുപോകേണ്ടത്, നമുക്ക് വേണ്ടാത്ത കുറേ പെയിനുകൾ, ദേഷ്യം, നമ്മുടെ ആ ഇമോഷൻസുകളെയാണ് എഴുതി കത്തിച്ച് കളയേണ്ടത് കേട്ടോ. നമുക്ക് വേണ്ടാത്ത ചില ഇമോഷൻസ് ഉണ്ടല്ലോ, സങ്കടം, ദേഷ്യം, വാശി, വൈരാഗ്യം, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളെ കണക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഇമോഷൻസിനെയാണ് എഴുതി കത്തിച്ച് കളയേണ്ടത്. നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു നിരാശ നിങ്ങൾക്ക് മാറി വരും കേട്ടോ. 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. പാർട്ട്ണറിൻ്റെ ആണെങ്കിലും വിവാഹ ലൈഫിനെ സംബന്ധിച്ചാണെങ്കിലും നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ബേസ് ചെയ്തൊക്കെയാണ് നിങ്ങളൊരു വല്ലാതെ ഒരു ട്രാജഡിയിലൂടെ കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കമുണ്ട് കേട്ടോ. ഒരു ലക്കി എനർജി ഉണ്ട്, ഒരു ശുക്രദശയുടെ അല്ലെങ്കിൽ സുഖം അനുഭവിക്കാനുള്ള യോഗമുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. തൽക്കാലം നിങ്ങൾ അവിടെ ഒന്ന് വെയിറ്റിംഗ് ചെയ്യുക, സമാധാനപരമായിട്ട് കാര്യങ്ങളെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഒരു ഹാപ്പി ഫാമിലിക്കുള്ള ലൈഫ്, അതിനുള്ളൊരു യോഗം നിങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ ഇന്ന് കുറച്ചൊന്ന് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന മേഖലയിലൊന്ന് ഫോക്കസ് ചെയ്യേണ്ടി വരും കേട്ടോ. ഇച്ചിരി കൂടുതലായിട്ടൊരു വർക്കിംഗ് എന്തെങ്കിലും ഒരു കുറച്ച് സ്ട്രഗിൾ എനർജി ഇന്ന് കാണുന്നുണ്ട്. ഹാർഡ് വർക്കിംഗ് എനർജിയാണ് കാണുന്നത്. ഒരു പക്ഷേ ആ ഒരു ഹാർഡ് വർക്കിംഗ് വരുന്നത് തന്നെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങളെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു എന്താ പറയുക, ഒരു പൂർണ്ണതയില്ല എന്ന് തോന്നിയ ചില കാര്യങ്ങളെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ സാമ്പത്തികപരമായിട്ടാവാം, കരിയർ മേഖലയിലാവാം, നിങ്ങളുടെ ചില സ്വപ്നങ്ങളെ ബേസ് ചെയ്താവാം ഒരു ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് ഒരു ശത്രുഭാവം പറഞ്ഞില്ലേ, നിങ്ങളോടൊരു ശത്രുതയോടുകൂടി നിൽക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചിരുന്നിട്ട് നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത ചില വ്യക്തികളുടെ എനർജി നമ്മൾ മുകളിൽ കണ്ടു. അതല്ലാതെ കാലങ്ങളിൽ നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത ഒരു പേഴ്സൻ്റെ അല്ലെങ്കിൽ വ്യക്തിയുടെ ഒരു പേഴ്സൺ മീൻസ് വ്യക്തിയുടെ ഒരു വെയിറ്റിംഗ് എനർജി, അതായത് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ചില കാര്യങ്ങളൊന്ന് കണക്റ്റ് ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടി നിങ്ങളെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതായത് നിങ്ങളെ പാസ്റ്റിൽ മുൻ സമയങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ മിസ്യൂസിങ് ചെയ്യുകയോ ചതിക്കുകയോ ഒക്കെ ചെയ്ത ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇമോഷണലി ഇപ്പം അവർക്ക് കുറ്റബോധമുള്ളതായിട്ടും നിങ്ങളെ അവർ ഫോക്കസ് ചെയ്യാൻ, അതായത് നിങ്ങളിലേക്കൊന്ന് കണക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഡോണ്ട് സ്റ്റോപ്പ് എന്നാണ് നമ്മളോട് ഏഞ്ചൽസ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഒരിക്കലും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത്. അത് നിങ്ങളുടെ ഫാമിലിയിലായിക്കോട്ടെ, നിങ്ങളുടെ ബന്ധങ്ങളിലായിക്കോട്ടെ, നിങ്ങളുടെ കരിയർ പാതയിലായിക്കോട്ടെ, നിങ്ങളുടെ സാമ്പത്തികപരമാകുന്ന കൈകാര്യം ചെയ്യുന്ന സിറ്റുവേഷൻസ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഗാർഡിയൻ എനർജി, നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിൽക്കുന്ന ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾ ഒരിക്കലും പിന്മാറരുത്. അത് സ്റ്റോപ്പ് ചെയ്യരുത്, നിങ്ങളത് കണ്ടിന്യൂ ചെയ്യണം. അതായത് നിങ്ങളുടെ സ്വപ്നം റിയാലിറ്റി ആക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി കണക്റ്റഡായിട്ട് ചെയ്തു പോകുക എന്നാണ് കാണിച്ച് തന്നിരിക്കുന്നത് കേട്ടോ. ലുക്ക് ഫോർ എ സൈൻ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന, നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹത്തോടു കൂടി കാത്തിരിക്കുന്ന ചില കാര്യങ്ങളുടെ എനർജിയാണ് കേട്ടോ. പുതിയ എന്തെങ്കിലും പഠിക്കാൻ പോകാനായിരിക്കും, പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിരിക്കും, പുതിയൊരു ബിസിനസ് തുടങ്ങാനായിരിക്കും, അല്ലെ എന്തായാലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇപ്പം നിങ്ങൾ ഫോക്കസ്, ഒരു ആക്ഷൻ എടുക്കാനിരിക്കുന്ന കാര്യത്തെ ബേസ് ചെയ്ത് നമുക്കിവിടെ തന്നിരിക്കുന്നത് ലുക്ക് ഫോർ എ സൈൻ എന്നാണ് കേട്ടോ. അതിനെ സംബന്ധിച്ചുള്ള ഒരു നേരായതാണെങ്കിലും എന്ത് കാര്യമായാലും നിങ്ങൾക്ക് പ്രപഞ്ചശക്തിയിൽ നിന്ന് തന്നെ ഒരു ഇത് കാണിച്ച ഒരു സൈൻ ഉണ്ട് എന്നാണ് കാണുന്നത്. ട്രസ്റ്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് ഇമോഷണലി എല്ലാത്തിനെയും നിങ്ങളൊന്ന് വിശ്വസിക്കുക. നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും സംശയദൃഷ്ടിയോടുകൂടി നിൽക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷനൊക്കെ എപ്പോഴും മനസ്സിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് വിശ്വസിക്കുക കേട്ടോ. പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. അതനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. നോ നീഡ് ടു വെറി എന്ന് പറയുന്നുണ്ട് കേട്ടോ. ടെൻഷൻ അടിക്കണ്ട.
അതായത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടുന്നുണ്ടെങ്കിൽ, അത് ബന്ധങ്ങളായിക്കോട്ടെ, കരിയർ ആയിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് സാഹചര്യമായിക്കോട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വരില്ലേ എന്നുള്ള ഒരു ടെൻഷൻ അല്ലെങ്കിൽ ആ ഒരു സ്തംഭനാവസ്ഥ നിങ്ങളുടെ മനസ്സിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ട് എങ്കിൽ നിങ്ങളതിനകത്ത് ഒരു ടെൻഷനും അടിക്കണ്ട കേട്ടോ. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് വന്നു ചേരും. കാരണം നിങ്ങൾക്കൊരു മാനിഫെസ്റ്റേഷൻ പവർ എനർജി ഉണ്ട്. ഒരു പക്ഷേ ഞാൻ പറയും പോലെ നമ്മൾ എപ്പോഴും റൈറ്റ് ഹീലിംഗ് ചെയ്യുക, എപ്പോഴും ടാറോ റീഡിങ്സ് കേൾക്കാൻ തോന്നിക്കുന്ന ഒരു മാനസികാവസ്ഥ, ഇതൊക്കെ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ കണക്ഷൻസ് ഉള്ളവർക്ക് മാത്രം സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അത് നിങ്ങളിൽ വളരെ ശക്തമായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്തും ടെൻഷൻ അടിക്കണ്ട. അത് അതിൻ്റേതായ സമയമാവുമ്പോൾ നമ്മളിലേക്ക് വരുമെന്നുള്ളത് ഉറപ്പായിട്ട് വിശ്വസിക്കുക. നമുക്ക് അനുയോജ്യമല്ലാത്ത, നമ്മളെ അർഹതയില്ലാത്ത ചില കാര്യങ്ങൾ മാത്രമേ നമ്മളിൽ നിന്ന് വിട്ടുപോകത്തുള്ളൂ. നമുക്ക് അർഹതയുള്ളതും നമുക്ക് ചേർത്ത് നിർത്താൻ പറ്റുന്നതുമായ ഒരു കാര്യങ്ങളും നമ്മളിൽ നിന്നും വിട്ടുപോകില്ല. റൈറ്റിംഗ് ഹീലിംഗ് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുക. വജ്രകോശം കറക്റ്റായിട്ട് എഴുതാൻ പറ്റുന്നവരതൊന്ന് എഴുതുക. മണി അഫർമേഷൻസ്, സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട് അത് കറക്റ്റായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ അഫർമേഷൻസ് ഒരു കാരണവശാലും നിങ്ങൾ പിന്മാറരുത്. നിങ്ങളുടെ സ്വപ്നത്തെക്കുറിച്ച് നിങ്ങൾ വളരെ ശക്തമായിട്ട് വിശ്വാസത്തോടു കൂടി ഒരു ഹാപ്പി മൊമെൻറ്റ്സോടു കൂടി, അതായത് ഒരു ഹാപ്പി എനർജിയോടു കൂടി വേണം അഫർമേഷൻസ് എഴുതാൻ കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ മാറ്റം വന്നിരിക്കും, അതിനകത്ത് യാതൊരു സംശയവുമില്ല. കൂടാതെ തന്നെ നമുക്ക് മുന്നോട്ടേക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി നല്ല രീതിയിൽ പോകാനും ശ്രമിക്കുക കേട്ടോ.